നമസ്കാരം. യദുവിനെ നമ്മൾ ആരും മറന്നിട്ടുണ്ടാവില്ല. 2 വർഷങ്ങൾക്ക് മുൻപ് തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്ന യദു ഓടിച്ചിരുന്ന KSRTC സൂപ്പർ ഫാസ്റ്റ് ബസ് പാളയം ജംഗ്ഷനിൽ തടഞ്ഞിട്ട് അന്നത്തെ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും അന്നത്തെ ബാലുശ്ശേരി MLAയും അവരുടെ ഭർത്താവുമായ സച്ചിൻ ദേവും ആര്യയുടെ സഹോദരനും നാത്തൂനും കൂട്ടുകാരനും ഒക്കെ ചേർന്ന് നടത്തിയ പട്ടി ഷോ നമ്മൾ കണ്ടതാണ്. അന്ന് രാത്രി മുഴുവൻ യദുവിനെ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലിരുത്തി യദുവിനെതിരെ കേസെടുത്തു. എന്നാൽ യദു കൊടുത്ത കേസിൽ നടപടിയൊന്നും ഉണ്ടായില്ല. പിന്നീട് യദുവിനെ സസ്പെൻഡ് ചെയ്തു. സസ്പെൻഡ് ചെയ്ത് തന്നെ തിരിച്ചെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യദു ഗതാഗത മന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടെയുള്ള പല ഓഫീസുകളും കയറിയിറങ്ങി. ഫലമുണ്ടായില്ല. അന്നത്തെ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിനെ കണ്ട് 2 or 3 തവണ നിവേദനം കൊടുത്തു. ഫലമുണ്ടായില്ല. അദ്ദേഹം യദുവിനെ തിരിച്ചെടുത്തില്ല. യദു ഫോൺ ചെയ്തുകൊണ്ട് ബസ് ഓടിച്ചു എന്നുള്ളതായിരുന്നു പിന്നീട് ഗണേഷ് കുമാർ ഉയർത്തിയ ആരോപണം. എന്നാൽ പിന്നീട് കാര്യങ്ങളൊക്കെ മാറിമറിഞ്ഞു. പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിൽ ആദ്യമായി തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം BJP പിടിച്ചെടുത്തു. അതിന് എല്ലാവിധ സഹായങ്ങളും സഹകരണങ്ങളും ഒക്കെ നൽകിയത് അന്ന് യദുവിൻ്റെ ബസ് തടഞ്ഞ് പട്ടി ഷോ നടത്തിയ ആര്യ രാജേന്ദ്രനാണ്. സച്ചിൻ ദേവും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ബാലുശ്ശേരിയിൽ നിന്ന് തോറ്റു. ഇവർ രണ്ടുപേരും തോറ്റതിൻ്റെ പ്രധാന കാരണം കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ ഈ യദു എന്ന് പറയുന്ന ഈ KSRTC ഡ്രൈവറുടെ ദയനീയമായിട്ടുള്ള മുഖമുള്ളത് കൊണ്ടാണ്. അന്ന് നിസ്സാരമായി പരിഹരിക്കേണ്ട ഒരു വിഷയം. കന്റോൺമെൻറ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് യദുവിനെ കൊണ്ടുപോയിട്ട് പോലും പോലീസുകാർ ഈ മേയറോട് വിളിച്ച് മാപ്പ് പറഞ്ഞാൽ പ്രശ്നം തീരുമെന്ന് പറഞ്ഞ് യദു അവരെ വിളിക്കുന്നു. എന്നാൽ പോലും അന്ന് വഴങ്ങാൻ ഈ മേയർ ആര്യ രാജേന്ദ്രൻ, അന്നത്തെ മേയർ ആര്യ രാജേന്ദ്രൻ തയ്യാറായിരുന്നില്ല. LDF സർക്കാരിന് ഭരണം പോയി UDF സർക്കാർ അധികാരത്തിൽ വന്നു. UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം യദു കോൺഗ്രസ് അനുകൂല സംഘടനയിൽ ചേർന്നു. ചാണ്ടി ഉമ്മനെ ചെന്നു കണ്ടു. യദുവിന് എന്തെങ്കിലും ഒരു ജോലി നൽകണമെന്ന് ചാണ്ടി ഉമ്മൻ സ്പീക്കറോട് ആവശ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ യദുവിന് ഇപ്പോൾ നിയമസഭയിലെ ബസ് ഓടിക്കാനുള്ള ഒരു അവസരം നൽകിയിരിക്കുകയാണ്. ഒരു താൽക്കാലികമായിട്ടുള്ളൊരു ജോലിയാണ് ഈ ജോലി. നിയമസഭ നടക്കുന്ന സമയങ്ങളിൽ MLA ഹോസ്റ്റലിൽ നിന്ന് MLAമാരെ നിയമസഭയിലേക്ക് കൊണ്ടുവരണം. സഭ കഴിയുമ്പോൾ തിരികെ MLA ഹോസ്റ്റലിൽ കൊണ്ടാക്കണം. ഇതാണ് യദുവിൻ്റെ ജോലി. ഇതിനു മുമ്പ് ചില സ്വകാര്യ ബസ്സുകളിലൊക്കെ താൽക്കാലിക ഡ്രൈവറായിട്ടൊക്കെ യദു പോയിരുന്നു. പക്ഷേ അവിടെയൊക്കെ CPMകാർ അതിന് വിലങ്ങുതടിയായി അവിടുത്തെ ഈ ബസ്സിൻ്റെ ഉടമയൊക്കെ വിളിച്ച് വിരട്ടി യദുവിനെ ജോലി നൽകിയാൽ ഈ ബസ് ഓടാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് വിരട്ടി എന്നാണ് യദു ആരോപിക്കുന്നത്. എന്തായാലും അതിനുശേഷം പിന്നീട് യദുവിനെ കാണുന്നത് ഫുഡ് ഡെലിവറി ഏജൻ്റായിട്ടാണ്, ബോയ് ആയിട്ടാണ്. അവിടെ കുറേ നാൾ അങ്ങനെയൊക്കെ ജോലി ചെയ്തു. അതിനുശേഷമാണ് ഇപ്പോൾ യദുവിന് ഇവിടെ നിയമസഭയിൽ ഒരു ജോലി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആര്യ രാജേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു തിരിച്ചടിയാണ്. സച്ചിൻ ദേവിനെ സംബന്ധിച്ചിടത്തോളവും അങ്ങനെ തന്നെ. യദുവിന് ഒരു കാര്യത്തിൽ ആശ്വസിക്കാം. കാരണം എന്തെങ്കിലും കാരണവശാൽ ബാലുശ്ശേരിയിൽ നിന്ന് സച്ചിൻ ദേവ് ജയിച്ചിരുന്നെങ്കിൽ യദു ഓടിക്കുന്ന ഈ ബസ്സിലായിരിക്കും സച്ചിൻ ദേവ് കയറേണ്ടിയിരുന്നത്. അങ്ങനെ വന്നാൽ യദു കൊഞ്ഞനം കാണിച്ചെന്നോ കവളത്തിട്ട് കുത്തിയെന്നോ ചെവിക്ക് പിടിച്ച് തിരുമിയെന്നോ പറഞ്ഞ് സച്ചിൻ ദേവ് ഒരു പരാതി കൊടുത്താൽ ഈ ജോലിയും യദുവിന് തെറിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ദൈവം മുൻകൂട്ടി കണ്ടതുകൊണ്ടായിരിക്കണം ബാലുശ്ശേരിയിൽ സച്ചിൻ ദേവിനെ തോൽപ്പിച്ച് കയ്യിൽ കൊടുത്തത്. എന്തായാലും ഇനിയുള്ള ജോലി, ഈ താൽക്കാലിക ജോലി യദുവിന് സ്ഥിരമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വീണ്ടും കാണാം.